നിങ്ങൾ ഈ കാണുന്നൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. എന്നാൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ 2012 നടന്ന SSC ജൂനിയർ എഞ്ചിനീയർ എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്. എൻ്റെ പുറകെ നിങ്ങൾ കാണുന്നത് ആക്കുളം പാലമാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്ത് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ആണ്. ശരിയല്ലേ സാർ? തീർച്ചയായും സാർ. നമ്മൾ കഴക്കൂട്ടത്തിൽ തന്നെ നമുക്കത് ഏറ്റവും വിസിബിൾ ആയിട്ട് കാണും. കാരണം നമ്മുടെ കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേ വളരെ വേഗത്തിലാണ് അതിന്റെ ഒരു പണി നടന്നതെന്ന് നമുക്ക് കാണാം. ഈ കോവിഡ് കാലത്ത് പോലും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഒരു കൺസ്ട്രക്ഷൻ ഏകദേശം ഇപ്പൊ കംപ്ലീഷനോട് അടുത്ത് നിൽക്കുകയാണ്. അതേപോലെ നമ്മുടെ പുറകിലായിട്ട് നമുക്ക് ലുലു മോള് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ലുലു മോളാണ് നിങ്ങളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 20 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ഈ ലുലു മോൾ ഉള്ളത്. അപ്പൊ അതിന്റെ കൺസ്ട്രക്ഷനും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ്, വേഗത്തിൽ തന്നെയാണ് നടന്നത്. അതെ, ഏകദേശം 19 ഏക്കറിലാണ് ഈ ഒരു ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഇതിന്നൊക്കെ ഉൾക്കൊള്ളേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ? അതെ അതെ. മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിലാണ് നമ്മുടെ ഈ ഒരു നാടിനെ നമുക്ക് കാണാൻ. ഇതേ ഒരു മാറ്റം നമുക്ക് നമ്മുടെ കേരള PSCയുടെ ടെക്നിക്കൽ എക്സാംസിൽ നമുക്ക് കാണാനായിട്ട്. ഇപ്പൊ കഴിഞ്ഞ പരീക്ഷകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ പറയാം, ഒരു ഓവർസിയർ പരീക്ഷ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അത് അറ്റൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ വരുന്ന ചോദ്യങ്ങൾ ബിടെക് നിലവാരത്തിലുള്ള അല്ലെങ്കിൽ അതിനേക്കാളും ഉയര നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. ശരിയല്ലേ? ഈ എക്സാമിനുള്ള ഒരു കോമ്പറ്റീഷൻ ലെവല് അത് വളരെ പെട്ടെന്ന് തന്നെയാണ് ഈ ഒരു കോമ്പറ്റീഷൻ ലെവൽ ഇത്രത്തോളം ഒരു മാറ്റത്തിലോട്ട് എത്തി. അതായത് പണ്ട് 10,000 പേര് എക്സാം എഴുതിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 50,000 പേരാണ് ആ സ്ഥാനത്ത് എക്സാം എഴുതുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്തുനിന്ന് ഒരു ചുരുങ്ങിയ പട്ടിക തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ PSCക്ക് ഒരു ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടായിരിക്കണം അവരിപ്പോ ഏകദേശം PSCയുടെ ക്വസ്റ്റ്യൻസിന്റെ നിലവാരം കുറച്ചധികം ഉയർത്തുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് ഒരു പരീക്ഷ നടന്നു, ഓവർസിയർ പരീക്ഷ അല്ലെ? എല്ലാവരും, എനിക്ക് തോന്നുന്നു വീഡിയോ വേണ്ടത് എല്ലാവരും ആ ഒരു എക്സാം ഒക്കെ എഴുതിയവർ തന്നെയായിരിക്കും. ആ പരീക്ഷയിൽ തന്നെ നമ്മൾ നോക്കി, നമ്മളൊരു റെഫറൻസ് വഴി നമ്മൾ നോക്കിയപ്പോൾ കണ്ടത് SSC 2012 നടന്നല്ലേ? വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരള വാട്ടർ അതോറിറ്റി 2nd ഗ്രേഡ് ആൻഡ് 3rd ഗ്രേഡ് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പുതിയ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഫ്രഷ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എല്ലാം പല പ്രീവിയസ് നടന്ന എക്സാംസിൽ നിന്നും അതുപോലെ എടുത്ത് ചോദിക്കുന്നത് തന്നെയാണ്. സോ ഇവിടെയാണ് ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ചോദ്യം നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കേണ്ടത്. ഈ പ്രീവിയസ്ലി നടന്ന ഗേറ്റ് ലെവൽ അതുപോലെ തന്നെ IAS ലെവൽ SSC പരീക്ഷകളുടെ ചോദ്യം നമ്മൾ വ്യക്തമായിട്ട് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ അല്ലെ? ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോർമലി ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നോക്കിയാൽ പ്രീവിയസ്ലി നടന്ന ചോദ്യ പേപ്പർ എടുത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് മുമ്പോട്ട് പോകുക എന്നുള്ള ഒരു കാര്യമാണ് അല്ലേ സാർ? അതെ, തീർച്ചയായും. ഒക്ടോബറിൽ വരുന്ന എക്സാം, ഒക്ടോബർ 12 ഓവർസിയർ ലെവൽ എക്സാംസ് ഉണ്ട്, അതുപോലെ 21 അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാംസ് ഉണ്ട്. ഇനി വളരെ കുറച്ച് ദിവസങ്ങളെ നമ്മുടെ മുന്നിലുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ പഴയ പോലെ നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പാറ്റേൺ വെച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും. ശരിയാണ്. ഈ മാറി വരുന്ന ട്രെൻഡിനനുസരിച്ച് ക്വസ്റ്റ്യൻസിന്റെ നിലവാരം ഉയരുന്നതിനനുസരിച്ച് നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി തന്നെ ചേഞ്ച് ചെയ്യേണ്ടതായി. അതെ, സത്യം പറഞ്ഞാൽ കോച്ചിങ് രംഗത്ത് തന്നെ ഒരു പുതിയ മാറ്റത്തിന് തുടക്കം ഉണ്ടാവും. ഞാൻ പറയുന്ന ഈ കോച്ചിങ് സെന്ററും അതിനനുസരിച്ച് മാറി കോച്ചിങ് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പഴയ ഒരു കോച്ചിങ് സമ്പ്രദായം നമ്മൾ മാറ്റിയിട്ട് പുതിയ രീതിയിൽ PSC മാറുന്ന രീതിയിൽ തന്നെ നമ്മൾ ഇനി കോച്ചിങ്ങും അതുപോലെ ആ ഒരു രീതിയിൽ തന്നെ കൊടുക്കുക. ഇപ്പൊ പരീക്ഷ മനസ്സിലാക്കി പഠിക്കുക അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് എന്താണോ ചോദിക്കാൻ ചാൻസ് അത് നോക്കി പഠിക്കുക അല്ലെങ്കിൽ അതിന് വേണ്ടി ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക, പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഉണ്ടാക്കുക. സോ അങ്ങനെയാണ് നമ്മൾ പുതിയൊരു കോഴ്സ് നമ്മൾ കൊണ്ടുവരുന്നത്. അതെ, ഗ്രാവിറ്റി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഗ്രാവിറ്റി എഞ്ചിനീയേഴ്സ് അക്കാഡമിയുടെ ഈ ഒരു അക്കാഡമിക് റിസർച്ച് ടീം ഈ ഒരു മാറ്റത്തെ പറ്റിയിട്ട് ഒരു ഗഹനമായിട്ട് തന്നെ ഒരു പഠിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. നമ്മൾ ആ ഒരു പഴയ രീതി നമ്മൾ ഇനി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഒരു സ്റ്റുഡൻസ് മുൻനിരയിൽ എത്തണമെങ്കിൽ നമ്മൾ പുതിയ ഒരു രീതിയിൽ മാറുന്ന PSCയുടെ രീതിക്ക് അനുസരിച്ച് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആലോചിച്ചിട്ടാണ് നമ്മളൊരു പുതിയ കോഴ്സിന് തന്നെ നമ്മളിപ്പോ രൂപം കൊടുത്തിട്ടുണ്ട്. അതെ, ആ കോഴ്സിനെ പറ്റിയിട്ട് സാറിന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇപ്പോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വ്യക്തമായിട്ട് നോക്കി, ഈ ഒരു കോഴ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ആദ്യമായിട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരു ഗവൺമെന്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമല്ല, കോച്ചിങ് കഴിഞ്ഞ ഒരാൾക്ക്, കോച്ചിങ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക്, ആർക്കും ഈ ഒരു കോഴ്സിൽ നിന്ന് ഉപയോഗം ഉണ്ടാവും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം 3000 മുതൽ 5000 ചോദ്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അത് നോർമൽ ചോദ്യങ്ങളാണ് സാറേ, നോർമൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പക്ഷേ ആ ചോദിച്ചിരിക്കുന്നത് കേരള PSC മാത്രമല്ല, SSC ജൂനിയർ എഞ്ചിനീയർ, അതുപോലെ ഗേറ്റിന്റെ 1 മാർക്ക് ലെവൽ ക്വസ്റ്റ്യൻസ്, എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ്, അതുപോലെ മറ്റ് സ്റ്റേറ്റ് PSC നടത്തുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം റെഫർ ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ബൾക്ക് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കയ്യിൽ. ഈ ഒരു കോഴ്സിന് നമ്മൾ ഇട്ടിരിക്കുന്ന പേര് തന്നെ ടോപ്പ് ഗിയർ എന്നാണ്. അതെ,
സോ അതായത് ഇനിയുള്ള പഠിത്തം അല്ലെങ്കിൽ ഇനിയുള്ള പ്രിപ്പറേഷൻ നമ്മൾ ടോപ്പ് ഗിയറിൽ സഞ്ചരിക്കും. ഏറ്റവും വേഗതയാർന്ന രീതിയിൽ പഠിച്ചിട്ട് ഇനി നമുക്ക് ഏറ്റവും നല്ല റാങ്കുകളിലും ഈ വർഷം തന്നെ ജോലിയിൽ പ്രവേശിക്കാനും സാധിക്കും. സോ നമ്മുടെ കോഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത് ഇപ്പൊ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ പ്രീവിയസ് നമ്മുടെ IAS മാസ്റ്റർ എന്ന് പറഞ്ഞൊരു ബുക്ക് SSC ജൂനിയർ എഞ്ചിനീയർ പലർക്കും അറിയായിരിക്കും ആ ഒരു ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു ബുക്കിലെന്ന് പറഞ്ഞാൽ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്കായിരിക്കും. നിങ്ങൾ പറ്റുമെങ്കിൽ പർച്ചേസ് ചെയ്ത് പഠിക്കുക. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു ബുക്ക് റെഫർ ചെയ്ത് പഠിക്കുമ്പോൾ ആക്ച്വലി ഒരു കൺസെപ്റ്റിലൂടെ പോയ ഒരാൾക്ക് മാത്രമേ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് പ്രിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പൊ പുതുതായിട്ട് പഠിച്ചു തുടങ്ങുന്ന ഒരാളിനെ സംബന്ധിച്ച് അതൊരു ഫാക്കൽറ്റിയുടെ ഹെൽപ്പ് തീർച്ചയായിട്ടും ആ ഒരു സ്ഥലത്ത് വേണ്ടി വരും. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ഒരു ഇന്റർവെൻഷൻ വരുന്നത്. നമ്മൾ ചെയ്യുന്നത് ഈ റെഫറൻസ് അല്ലെങ്കിൽ ഈ ഒരു ഏതൊക്കെ ബുക്കുകൾ റെഫർ ചെയ്യണം, ഏതൊക്കെ സബ്ജക്റ്റിന് ഏതൊക്കെ ബുക്ക് നല്ലതാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മളാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മളാണ് ഓരോ ചോദ്യങ്ങൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് തരുന്നത്. എന്നിട്ട് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ, ശരിയല്ലേ സാറേ? ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ രൂപത്തിൽ തന്നെ. ഏതൊരു ആദ്യമായിട്ട് ആ ഒരു ടോപ്പിക്ക് പഠിക്കുന്ന ഒരാൾക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് ആ ചോദ്യത്തിന്റെ ഡിസ്കഷൻ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ഒരു ചോദ്യം നിങ്ങൾ കണ്ടു കാണും. SSC 2012 ചോദിച്ച ചോദ്യം അത് എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കാണാം. അപ്പോൾ നമുക്കറിയാം ഡാം പ്രൂഫ് കോഴ്സ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ഏതിലാണ്? മീറ്റർ സ്ക്വയറിലാണ് ഡാം പ്രൂഫ് കോഴ്സ് എന്ത് ചെയ്യുന്നത്? മെഷർ ചെയ്യുന്നത്. ഫോം വർക്ക് മെഷർ ചെയ്യുന്നത് അതും എന്താണ്? മീറ്റർ സ്ക്വയറിലാണ്. ഒരു പക്ഷേ ഈ രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ കഴിയും? എലിമിനേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അടുത്ത രണ്ട് ഓപ്ഷൻസിലായിരിക്കും എപ്പോഴും കൺഫ്യൂഷൻ വരുന്നത്. അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് കോൺക്രീറ്റ് ജഫ്രീസ്, അടുത്തത് എന്ന് പറയുന്നത് RC ചജ്ജ. ആദ്യം നമുക്കിത് ഓരോന്ന് എന്താണെന്ന് നോക്കാം. ചജ്ജ എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. എന്താണ്? വിൻഡോ കവർ എന്നൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. എന്താണ്? വിൻഡോ കവർ എന്നൊരു പേരിലും കൂടി അറിയപ്പെടുന്നു. എന്താണ്? നമ്മുടെ വിൻഡോയുടെ മുകളിലായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോൺക്രീറ്റ് സ്ട്രക്ചറാണ് എന്ത് എന്ന് പറയുന്നത്? ചജ്ജ എന്ന് പറയും. RC ചജ്ജ എന്ന് പറഞ്ഞാൽ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ചജ്ജ എന്നാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. പിന്നെ ജഫറീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്ററിങ് കൊടുക്കുന്നത് പോലെ തന്നെ പെർമനന്റിന് വേണ്ടിയിട്ട് കോൺക്രീറ്റ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? കോൺക്രീറ്റ് പെർമനന്റ് പോലെ എന്ത് ചെയ്തിരിക്കുകയാണ്? പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. അതിനെയാണ് എന്ത് പറയുന്നത്? ജഫ്രീസ് എന്ന് പറയുന്നത്. ഇനി ഇതിലേതാണ് മീറ്റർ സ്ക്വയറിൽ അല്ലാത്ത യൂണിറ്റ് അല്ലെങ്കിൽ മീറ്റർ സ്ക്വയറിൽ അല്ലാത്ത ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഐറ്റം എന്നറിയാം. നമുക്ക് നോക്കാം. RCC അല്ലെങ്കിൽ റെയിൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് ചജ്ജയാണ് എന്ന് പറയുന്നത് നമ്മൾ മീറ്റർ ക്യൂബിലാണ് അതിനെ മെഷർ ചെയ്യുന്നത്. അതേസമയം ജഫ്രീസ് നമ്മൾ മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ തന്നെയാണ്. അപ്പോൾ ക്ലിയർ ആയല്ലോ? മീറ്റർ സ്ക്വയറിലാണ് നമ്മൾ എന്ത് മെഷർ ചെയ്യുന്നത്? ജഫ്രീസ് മെഷർ ചെയ്യുന്നത്. ചജ്ജ മെഷർ ചെയ്യുന്നത് എന്താണ്? മീറ്റർ ക്യൂബിലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കൺഫ്യൂഷനായിട്ടൊന്ന് മാറ്റാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഡൽഹി ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ് നമുക്കൊന്ന്. ഡൽഹി ഷെഡ്യൂൾ ഓഫ് റേറ്റ്സിൻ്റെ നമ്മുടെ ചജ്ജയുടെ യൂണിറ്റ് പറയുന്ന ഭാഗം മാത്രമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് 5.3 അഞ്ചാമത്തെ ചാപ്റ്ററിൽ മൂന്നാമത്തെ ഐറ്റമാണ് എന്ത് എന്ന് പറയുന്നത്? റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് വർക്ക് ഇൻ ബീംസ്, സസ്പെൻഡഡ് ഫ്ലോർസ്, റൂഫ് ഹാവിംഗ് സ്ലോപ്പ് അപ് ടു 15 degree landings, ബാൽക്കണീസ്, ഷെൽസ്, ചജ്ജാസ്, ലിൻറ്റൽസ്, ബാൻസ്, plain mentosills, staircases and spiral stairs above 20 level up to floor 5 level, excluding the cost of centering, shuttering, finishing and reinforcement with 1:1.5:3. അപ്പോൾ ഇത്രയും കാര്യങ്ങളും അതിനോടൊപ്പം എന്താണ് ഒരു കൺക്ലൂഷനും കൂടെ പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്ന യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് എന്നാണ് ക്യൂബിക് മീറ്റർ, അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്താ പറയുക? മീറ്റർ ക്യൂബാണ്. ഈ പ്രാവശ്യം ഇതാണ് ചോദിച്ചത്, ചജ്ജയാണ് ചോദിച്ചത്. വേണമെങ്കിൽ നമുക്ക് ബാൽക്കണി ചോദിക്കാം, അതുപോലെ തന്നെ നമുക്ക് സ്റ്റെയർ കേസ് നമുക്ക് ചോദിക്കാം. അപ്പോൾ ഏത് ഐറ്റം വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. അപ്പോൾ മാക്സിമം ഐറ്റംസ് ആൻഡ് യൂണിറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ഭാഗത്തുനിന്ന് എന്ത് ചെയ്യുക? പഠിക്കുക. നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സീതാ മിസ് വളരെ നീറ്റായിട്ടും ഡീറ്റെയിൽഡ് ആയിട്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഒരു 8 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല അല്ലേ സാറേ? തീർച്ചയായും സാർ. പോരാതെ ഇനി ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞൊരു സബ്ജക്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് ഓവർസിയർ ലെവലിലും അതുപോലെ AE ലെവലിലും
ഒരുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട്. ശരിയാണ് ശരി. അപ്പോ ഈ ബിടെക്കുകാർ മാത്രമല്ല ഡിപ്ലോമക്കാരും ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്നവരാണ്. അപ്പൊ അവർക്കും കൂടി മനസ്സിലാവുന്ന രീതിയിലാണ് ആ ഒരു സബ്ജക്ട് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഓരോ ഫാക്കൽറ്റീസും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ സിമ്പിൾ ലാംഗ്വേജിലാണ് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾറെഡി കോച്ചിങ് കഴിഞ്ഞ ഒരാൾ അല്ലെങ്കിൽ ഇപ്പോൾ കോച്ചിങ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, ഇനി അതല്ല പുതുതായിട്ട് പഠിച്ചു തുടങ്ങുന്ന ഒരാൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു ടോപ്പിയർ എന്നുള്ളൊരു. ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസിനെ പറ്റിയിട്ട് സാറിന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതെ അതെ. ഇപ്പോ നമുക്കറിയാം ഗ്രാവിറ്റി എഞ്ചിനീയേഴ്സ് അക്കാഡമിയുടെ ഏതൊരു കോഴ്സ് നിങ്ങൾ എടുത്താലും അത് വളരെ നീറ്റ് ആൻഡ് സ്ട്രക്ചേർഡ് ആണ്. അതേ കണക്കൊരു സ്ട്രക്ചർ നമ്മൾ ടോപ്പ് ഗിയറിലും കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ എടുത്ത് നോക്കിയാൽ ഇതിനെ 2 ഭാഗങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഇതിൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വീഡിയോ സെഷൻസ്, അങ്ങനെ 2 ഫോൾഡറുകളാക്കിയാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓരോ ദിവസവും ഏകദേശം 100ഓളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. അത് അൺലിമിറ്റഡ് അറ്റംപ്റ്റ് ആണ്. ഒരു വട്ടം എഴുതി നോക്കി ഓരോ വട്ടം നിങ്ങൾക്ക് അത് പ്രിപ്പയർ ചെയ്യാം. അത് സബ്ജക്ട് വൈസ് ആണ്. ഓക്കെ, അത് നല്ലൊരു കാര്യമാണ് സാർ. കാരണം കുട്ടികൾക്ക് ഒരു പ്രാവശ്യം എഴുതി അത് ഒന്നും കൺഫ്യൂഷൻ ഉണ്ടാവുന്നതിനേക്കാളും ഒരു പല പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്ത് തന്നെ അവരത് പഠിക്കട്ടെ. തീർച്ചയായിട്ടും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 100 മാർക്കിന്റെ അറ്റൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിന്റെ 100 മാർക്ക് അറ്റൻഡ് ചെയ്യുന്നു, എന്നിട്ട് അവർ ഡിസ്കഷൻ വീഡിയോ കാണുന്നു. അപ്പോൾ ഒരുപാട് തെറ്റുകൾ അവർക്ക് കറക്റ്റ് ചെയ്യാം. അതെ, തീർച്ചയായും. എന്നിട്ട് ഒന്നുകൂടെ അവർക്ക് എഴുതി നോക്കാം. സോ അങ്ങനെ തന്നെയാണ് ഈ ഒരു കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. മാക്സിമം കുട്ടികൾക്ക് അതിനൊരു ബെനിഫിറ്റ് കിട്ടും. അതെ. അവർ കുറച്ച് എമൗണ്ട് മുടക്കുമ്പോൾ അതിനുള്ള ഒരു മാക്സിമം എഫക്ട് അവർക്ക് ആ എക്സാമിന് ഉപയോഗപ്പെടുന്ന രീതിയിൽ വേണം നമ്മൾ ആ ഒരു കോഴ്സ്. സോ എന്റെ അഭിപ്രായത്തിൽ 3000 മുതൽ 5000 ചോദ്യങ്ങൾ സിവിൽ ബേസ് ചെയ്തിട്ടുള്ള, അതും IAS മാസ്റ്റർ പോലുള്ള ടോപ്പ് ലെവൽ ആയിട്ടുള്ള ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള റെഫർ ചെയ്തിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് സർവീസ് എക്സാം. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോ കേരള PSC അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ പഴയ എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഗേറ്റ് ലെവലിന്റെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത് ഈ ഒരു ലെവലിലോട്ട് ഒരിക്കലും ഒരു കേരള PSC പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവുന്നില്ല. അവരത് ഹയർ ലെവലാണെന്ന് കരുതി മാറ്റി വെക്കുകയാണ്. പക്ഷേ നമ്മുടെ നിലവിലുള്ള ഒരു ട്രെൻഡ് വെച്ചിട്ട് നമ്മൾ ആ ഒരു ഫീൽഡ് കൂടി കവർ ചെയ്താൽ മാത്രമേ നമുക്ക് ടോപ്പ് റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കും. സോ കൃത്യമായിട്ട് പഠിക്കുക. ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് എന്തുകൊണ്ടും യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ പറയുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ഡിസൈഡ് ചെയ്ത പോലെ തന്നെ സാർ, കോച്ചിങ് കഴിഞ്ഞ ഒരാൾക്കും കോച്ചിങ്ങിന് പൊയ്ക്കൊണ്ടിരിക്കുന്നവർക്കും ഇതുവരെ ക്വസ്റ്റ്യൻ ഒന്നും കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്കും ITA ലെവലിലാണ് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. പോരാത്തിന് സാർ ഇപ്പോൾ കഴിഞ്ഞ എക്സാമൊക്കെ കുറെ പേര് ഇപ്പോഴത്തെ ഒരു കോമ്പറ്റീഷൻ ലെവലിൽ സാറിന് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ കുട്ടികൾ എക്സാം കഴിഞ്ഞ് നെഗറ്റീവ് ഒക്കെ ആയി ഡീമോട്ടിവേറ്റ് ആയിട്ട്, അപ്പൊ അവർക്ക് ഇനി വരുന്ന എക്സാമിൽ എന്തെങ്കിലും കാര്യമായിട്ട് തന്നെ ഒന്ന് വർക്ക് ചെയ്ത് അവർക്ക് അത് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട്. അപ്പൊ ആ കുട്ടികളെയാണ് നമ്മൾ കൂടുതലായിട്ട് എയിം ചെയ്യുന്നത്. അത് തന്നെ സാർ. ഇപ്പൊ തന്നെ LSCD ഓവർസിയർ ഗ്രേഡ് 3യുടെ ഇപ്പൊ ഇത് വന്നിട്ടുണ്ട്. അതെ സാർ. അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷനോടെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഒരു AE എക്സാം മാത്രമല്ല, അതിനുശേഷവും അവസരങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. സോ ഈ ഓരോ അവസരങ്ങൾക്ക് വേണ്ടി ഞാൻ പറയും, ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് എന്തുകൊണ്ടും യൂസ്ഫുൾ ആയിരിക്കും. അതെ. പോരാത്തതിന് സാർ കഴിഞ്ഞ ദിവസം ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്യാംകോയുടെ ഒരു സെക്കൻഡ് ഗ്രേഡ് ലെവൽ ഞാൻ കണ്ടിരുന്നു. അതിലൊരു ഏകദേശം ഒരു 83 ആണ് കട്ട് ഓഫ് വന്നത്. അത് ഒറ്റ വേക്കൻസി ഉള്ള ഒരു പോസ്റ്റാണ്. പോരാത്തതിന് ആ 83 മാർക്ക് സ്കോർ ചെയ്ത, അതിന് മുകളിൽ സ്കോർ ചെയ്ത 99 പേര് ആ ലിസ്റ്റിൽ തന്നെ നമുക്ക്. അപ്പൊ നമ്മുടെ ഒരു കോമ്പറ്റീഷൻ ലെവൽ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ഈ പ്രിപ്പയർ ചെയ്യുന്ന ഓരോ ആളുകളും മനസ്സിലാക്കും. നമ്മുടെ ഫീൽഡ് വ്യക്തമായി അറിഞ്ഞിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഫീൽഡിൽ മുന്നിലെത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതിന് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഞാൻ അത് മാത്രമല്ല, അതിൻ്റെ കൂടെ ഒരു കാര്യമുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ കുറച്ച് തീരുമാനങ്ങൾ വന്നിട്ടുണ്ട് സാർ PSCയുടെ. നിങ്ങൾ അറിഞ്ഞു കാണും, അല്ലെങ്കിൽ അത് വരാനിരിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇനി ലിസ്റ്റ് സാധാരണഗതിയിൽ ഒരു 3 മടങ്ങാണ് അല്ലെ വേക്കൻസിയുടെ. അത് ചുരുക്കാൻ പോകുന്നുണ്ട് എന്നുള്ള ഒരു പുതിയൊരു അറിവ് നമുക്ക് കഴിഞ്ഞ ഒരു മന്ത്രിസഭയുടെ അവസാന ഘട്ടത്തിൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടത്. അതുകൊണ്ട് തന്നെയായിരിക്കും ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് PSC പോകും. സോ അതുകൊണ്ട് ഏറ്റവും ആദ്യം ഫസ്റ്റ് ലിസ്റ്റിൽ ഏറ്റവും ആദ്യ റാങ്കുകൾ തന്നെ എത്താനായിട്ട് ഈ ഒരു കോഴ്സ് തീർച്ചയായിട്ടും അല്ലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സ് അവൈൽ ചെയ്യുന്നതിന് വേണ്ടി എല്ലാവരും GLearn ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിന്റെ സ്റ്റോറിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ടോപ്പ് ഗിയർ എന്നുള്ള ഈ ഒരു പുതിയ കോഴ്സ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സ് നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് ഫ്രീ ടെസ്റ്റുകളും അതുപോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്കഷൻ വീഡിയോസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ട് മനസ്സിലാക്കുക. ഇതുപോലെ തന്നെയാണ് ഈ ഒരു 3000 മുതൽ 5000 വരെ ക്വസ്റ്റ്യൻസ് ഈ ഒരു കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം തന്നെ മാറി വരുന്ന PSCയുടെ പാറ്റേൺ അനുസരിച്ചുള്ള ഉയർന്ന നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇതെല്ലാം തന്നെ നമ്മുടെ SSC ജൂനിയർ എഞ്ചിനീയർ, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് സർവീസ് എക്സാം, അതുപോലെ മറ്റു സ്റ്റേറ്റിലെ PSC എക്സാമുകൾക്കൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതിൽ നിന്നും
PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിനെ ഐഡന്റിഫൈ ചെയ്ത് നമ്മുടെ അക്കാഡമിക് റിസർച്ച് ടീം ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു കോഴ്സ് മാക്സിമം യൂസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കും. ശരിയല്ലേ ഇത്? ശരിയാണ്. സോ ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ മനസ്സിൽ ആദ്യമേ ഐ ക്യാൻ, ഐ വിൽ, ഐ ഷുഡ് എന്നൊരു തീരുമാനം മനസ്സിൽ ഉറപ്പിക്കണം. അടുത്ത വരുന്ന പരീക്ഷ, അത് ഒക്ടോബർ 21-നാണെങ്കിൽ അന്നത്തെ പരീക്ഷ കൃത്യമായി പഠിച്ച് ക്രാക്ക് ചെയ്യണം എന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് 100% ഹെൽപ്പ് ചെയ്യും. സോ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുക, ലിങ്ക് താഴെ തന്നെ ഉണ്ട്. വ്യക്തമായിട്ട് പഠിക്കുക. അടുത്ത വരുന്ന പരീക്ഷ നിങ്ങളുടേത് മാത്രമാണ്.